ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ്. 280 റൺസിനാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയത്. ആതിഥേയരായ ഇന്ത്യ 515 റൺസിന്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശിന് 234 റൺസാണ് നേടിയത്. അശ്വിനും രവീന്ദ്ര ജഡേജയും ഓൾറൗണ്ട് പ്രകടനത്തോടെ കസറിയതാണ് ഇന്ത്യക്ക് വമ്പൻ ജയം നേടിക്കൊടുത്തത്. പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര നേടിയെത്തിയ ബംഗ്ലാദേശിനെ ഒന്നുമല്ലാതാക്കി കളയുന്ന പ്രകടനമാണ് ഇന്ത്യ നടത്തിയത്. വലിയ വെല്ലുവിളികൾ മുഴക്കിയിറങ്ങിയ ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ നേട്ടം ആവർത്തിക്കുമെന്നാണ് സ്വപ്നം കണ്ടത്. എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞു. ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ആധിപത്യം നേടിയത് എങ്ങനെയാണെന്ന് നായകൻ രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ബൗളർമാരിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും പതിവ് തെറ്റിക്കാതെ മികവ് തുടരാൻ അവർക്ക് സാധിച്ചെന്നും ഇതാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് എന്നുമാണ് രോഹിത് പറയുന്നത്. ചെന്നൈയിലെ പിച്ച് പൊതുവെ സ്പിന്നിന് അനുകൂലമാണ്. എന്നാൽ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ 2 സ്പിന്നർമാരെ മാത്രം പരിഗണിച്ചിറങ്ങിയപ്പോൾ പിച്ച് പേസിന് അനുകൂലമാണെന്നാണ് കരുതിയത്. എന്നാൽ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം പിച്ച് സ്പിന്നിനെ പിന്തുണച്ചു. ഭേദപ്പെട്ട ടേണും ബൗൺസും സ്പിന്നർമാർക്ക് പിച്ചിൽ ലഭിച്ചു. അശ്വിനും ജഡേജയും ഇത് കൃത്യമായി മുതലാക്കുകയും ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റാണ് അശ്വിൻ വീഴ്ത്തിയത്. ജഡേജ 2 ഇന്നിംഗ്സുകളിലായി 5 വിക്കറ്റും നേടി. ഇന്ത്യ വലിയ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചപ്പോൾ ബംഗ്ലാദേശ് ആക്രമിച്ചു കളിക്കാനാണ് ശ്രമിച്ചത്. ഇത് തെറ്റായ തീരുമാനമായി. 2 ദിവസം മുന്നിലുണ്ടായതിനാൽ പിടിച്ചു നിന്ന് കളിക്കാനായിരുന്നു ബംഗ്ലാദേശ് ശ്രമിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആക്രമണത്തിലൂന്നി കളിക്കാനാണ് ബംഗ്ലാദേശ് താല്പര്യപ്പെട്ടത്. ഇതാണ് ഇന്ത്യ മുതലാക്കിയത്. പാകിസ്ഥാനിൽ 2 ടെസ്റ്റ് ജയിച്ച് പരമ്പര തൂത്തുവാരിയ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ അമിത ആത്മവിശ്വാസം കാട്ടി. പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചില്ല. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ ഞെട്ടിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചിരുന്നു. എന്നാൽ ഈ ആധിപത്യം മുതലാക്കി മുന്നോട്ട് പോകാൻ ടീമിന് സാധിച്ചിട്ടില്ലെന്നാണ് വസ്തുത. ഷക്കീബ് അൽ ഹസൻ അനുഭവസമ്പന്നനായ സ്പിന്നറാണ്. ഇന്ത്യയിലെ സാഹചര്യം നന്നായി അറിയുകയും ചെയ്യാം. എന്നാൽ ഷക്കീബിനെ വേണ്ട വിധം ബംഗ്ലാദേശ് നായകൻ ഉപയോഗിച്ചില്ല. ഇത് ആതിഥേയരെ സഹായിച്ചുവെന്ന് തന്നെ പറയാം.